സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ സംഘടിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ്. ഞാൻ പറയുക, അപ്പോൾ ജന്മദിനമല്ല, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടിപ്പോൾ 78 വർഷമായി. നമ്മുടെ പൂർവികർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ അടിമകളെ പോലെയായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നമ്മുടെ പൂർവികർ മഹാത്മാഗാന്ധിയെ പോലുള്ള ദേശസ്നേഹികൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് അഹിംസയിലൂടെ നേടിയെടുത്തതാണ്. അവരെ ഒരു വിധ അക്രമത്തിനും പോയിട്ടില്ല. അഹിംസയുടെ മാർഗത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മുടെയൊക്കെ കടമ. അപ്പോൾ ഇക്കൊല്ലത്തെ സന്ദേശം വികസിത ഭാരതം എന്നാണ്. അപ്പോൾ ബൈ 2047 നമ്മുടെ ഇന്ത്യ രാജ്യം വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി സത്യസന്ധമായും സിൻസിയറായും ചെയ്യണം. അപ്പം നിങ്ങൾ കുട്ടികളുടെ ഇപ്പോഴത്തെ ജോലി പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഭാവിയിൽ നല്ല സയൻറ്റിസ്റ്റുകളും എല്ലാം ആയിത്തീരണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ച് ബേസ്